എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഫ്യൂച്ചർ ഓഫ് വർക്കിനെ പറ്റിയാണ്. അതിലുണ്ടാകാൻ എന്തെല്ലാം മാറ്റങ്ങളാണ് അതിലുണ്ടാകാനുള്ള സാധ്യതകൾ. ഇപ്പോഴത്തെ ഇതിൽ നിന്നും എന്തെങ്കിലും വ്യത്യസ്തമായിരിക്കുമോ? തീർച്ചയായിട്ടും വ്യത്യസ്തമായിരിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇപ്പം ചില കാര്യങ്ങളിലൊക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പ്രത്യേകമായിട്ട് നടക്കാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഈ ജോലി ചെയ്യുന്ന രീതി, അതായത് ഇതുവരെ നമ്മൾ വർക്ക് ഫ്രം ഓഫീസ് ആയിരുന്നു. ഇപ്പം ഈ പാൻഡമിക് സമയം അതിനുശേഷമൊക്കെ വർക്ക് ഫ്രം ഹോമൊക്കെ റിമോട്ട് വർക്കിംഗ് ഒക്കെ വന്നുവെങ്കിലും അത് പിന്നീട് അങ്ങോട്ട് തിരിച്ചു പോകുന്നതായിട്ടാണ് കണ്ടത്. പക്ഷേ അത് അങ്ങനെ തന്നെ ആയിരിക്കത്തില്ല. ഫ്യൂച്ചറിൽ കൂടുതലും റിമോട്ട് വർക്കിംഗ് അല്ലെങ്കിൽ വർക്ക് ഫ്രം എനിവെയർ എന്ന് പറയുന്നൊരു മോഡിലേക്ക് കൂടുതലായി പോകാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെയാണ് ഈ പെർമനൻ്റ് ഫുൾ ടൈം ജോബ് എന്നൊക്കെ നമ്മൾ അറിയപ്പെടുന്ന, നമ്മൾക്കിപ്പോൾ അറിയാവുന്ന ആ ഒരു രീതി മാറിയിട്ട് മോർ ഓഫ് ഈ ഓൺ ഡിമാൻഡ് ജോബ്സ് അല്ലെങ്കിൽ ഫ്രീലാൻസിങ്, കോൺട്രാക്ട് ജോബ്സ് ഒക്കെ ആയിരിക്കും കൂടുതലും ഫ്യൂച്ചറിൽ ഉണ്ടാകാൻ പോകുന്നത്. പക്ഷേ അത് കുറേയൊക്കെ ഓൾറെഡി അത് ചില രംഗങ്ങളിലൊക്കെ കാണുന്നുണ്ട്. പക്ഷേ അത് വ്യാപകമായിട്ട് കാണുന്നില്ല. ഈ ഹൈ പ്രൊഫൈൽ ജോബിലൊക്കെ അത് വളരെ കുറവാണ്. അതെങ്ങനെയാണ് വർക്ക് ചെയ്യാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ, ഇപ്പം ഈ വർക്കേഴ്സ്, അതായത് ജോലി സർവീസ് കൊടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർ അവരുടെ സ്കിൽ സെറ്റ്സും അവരുടെ അവൈലബിലിറ്റി, അവരുടെ പേ റേറ്റും ഒക്കെ ഒരു ജോബ് മാർക്കറ്റ് പ്ലേസിൽ അവർ ലിസ്റ്റ് ചെയ്യും. അപ്പോൾ ഈ ഹയർ ചെയ്യുന്ന ഓർഗനൈസേഷൻ അവിടെ വന്ന് അത് അവരുടെ റിക്വയർമെൻറ്റും ആയിട്ട് മാച്ച് ചെയ്തിട്ട് അവർ കറക്റ്റായിട്ടുള്ള സ്കിൽ സെറ്റുള്ള ആളിനെ അവർക്ക് ആവശ്യമുള്ള സമയത്തേക്ക് അവർ ഹയർ ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ ഊബർ ഓലായിൽ കൂടെ നമ്മൾ ഇപ്പോൾ ഒരു റൈഡിന് വേണ്ടി ഒരു കാറ് ബുക്ക് ചെയ്യുന്നത് പോലെ തന്നെയാണ്. അപ്പോൾ അത് അവർക്ക് പെർമനൻ്റായിട്ട് വെക്കണ്ട, പെർമനൻ്റായിട്ടുള്ള ബെനിഫിറ്റ്സ് വേണ്ട, പെർമനൻ്റായിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻ്റ് ഇല്ല. അപ്പോൾ അവർക്ക് പ്രൊജക്റ്റ് ഇല്ലാത്തപ്പോൾ അല്ലെങ്കിൽ അവർക്ക് ബിസിനസ് ഇല്ലാത്ത സമയത്ത് ഇവർക്ക് ശമ്പളം കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെയാണ് ഓർഗനൈസേഷനെ പറ്റിയുള്ള ആഗ്രഹം. ഇപ്പം ജോലിക്കാരെ സംബന്ധിച്ചുള്ള പ്രയോജനം എന്ന് പറഞ്ഞാൽ അവർക്ക് ഫ്ലെക്സിബിളാണ്. അവർക്ക് ഒന്നിൽ കൂടുതൽ കമ്പനികളുമായിട്ട് വർക്ക് ചെയ്യാം. അവർക്ക് ആവശ്യമുള്ള റേറ്റ് അവർക്ക് വാങ്ങിക്കാൻ പറ്റും. അങ്ങനെ പല ഗുണങ്ങളുണ്ട്. പിന്നെയുള്ള ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, ഈ ടെക്നോളജിയും ഓട്ടോമേഷനും ഒക്കെ പല ജോബുകളിലും മനുഷ്യൻ ചെയ്യുന്ന പല ജോബുകളെയും ഇല്ലാതാക്കും. എനിക്കത് മാനുവലായിട്ട് അല്ലെങ്കിൽ റിപ്പീറ്റീവായിട്ടുള്ള ജോബ്സിനെയൊക്കെ ഈ റോബോട്ട്സും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും റീപ്ലേസ് ചെയ്യും. അപ്പം ഫ്യൂച്ചറിൽ മനുഷ്യൻ ചെയ്യേണ്ട ജോലികളിൽ ആവശ്യമായിട്ടുള്ള ചില ഘടകങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഈ കോഗ്നിറ്റീവ് കേപ്പബിലിറ്റീസ്, അതുപോലെ സോഷ്യൽ, എമോഷണൽ, ടെക്നോളജിക്കൽ സ്കിൽസൊക്കെ ആവശ്യമാണ്. അപ്പോൾ ആ സ്കിൽസ് ഉള്ളവരാണ് ഹ്യൂമൻ റിസോഴ്സസ്, ഹ്യൂമൻ വർക്കേഴ്സിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കാൻ, അല്ലെങ്കിൽ അത് ആ സ്കില്ല് ആഡ് ചെയ്യാൻ ശ്രമിക്കുന്നവർക്കായിരിക്കും ഇവിടെ നിലനിൽക്കാനുള്ള സാധ്യതകൾ. അപ്പോൾ ഫ്യൂച്ചറിൽ ഏത് തരത്തിലുള്ള ജോലികൾക്കായിരിക്കും ഡിമാൻഡ് വരാനായിട്ടുള്ള സാധ്യതയുള്ളത്? അത് ഈ ടെക് റിലേറ്റഡ് ആയിട്ടുള്ള ജോബ്സിനാണോ? അങ്ങനെ പറയാൻ പറ്റത്തില്ല. ടെക്കും നോൺ ടെക്കിലും ഡിമാൻഡുള്ള ജോലികളുണ്ട്. പക്ഷേ കൂടുതലും ഈ ടെക് ജോബ്സ് ആണെന്ന് തന്നെ പറയാം. ടെക് ജോബ്സും, അത് ഹെൽത്ത് കെയർ, അതുപോലെ എൻജിനീയറിങ്, മാത്സ്, സയൻസ്, ടെക്നോളജി, അത് സ്റ്റെം എന്ന് പറയുന്ന ആ ഒരു ഗണത്തിൽപ്പെടുന്ന ജോബുകൾക്കായിരിക്കും കൂടുതലായത്. ഫോർ എക്സാമ്പിൾ, സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് അവർ നല്ല ഡിമാൻഡിലായിരിക്കും. ഇപ്പോഴെങ്ങനെയാണോ അതിൽ കൂടാനുള്ള സാധ്യതയാണ്. അതിൽ പ്രത്യേകിച്ച് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിങ്, ബ്ലോക്ക് ചെയിൻ ഡെവലപ്പേഴ്സൊക്കെ നല്ല ഡിമാൻഡിലായിരിക്കും. അതുപോലെ തന്നെയാണ് ഡേറ്റ സയൻറ്റിസ്റ്റ്, പിന്നെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സ്പെഷ്യലിസ്റ്റ് ഒക്കെ വളരെ ആവശ്യമുള്ള അല്ലെങ്കിൽ വളരെ ഡിമാൻഡുള്ള കാറ്റഗറിയിൽപ്പെടുന്ന ജോബാണ്. അതുപോലെ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നതാണ് ഇപ്പോഴത്തെ പുതിയ മാർക്കറ്റിംഗ് ട്രെൻഡ്. അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യുന്ന
ഡിജിറ്റൽ മാർക്കറ്റേഴ്സ്, അതായത് SEO, കണ്ടൻറ്, സോഷ്യൽ മീഡിയ, ഇതിലൊക്കെ പ്രാവീണ്യമുള്ള ഡിജിറ്റൽ മാർക്കറ്റേഴ്സിനും നല്ല ഡിമാൻഡ് ഉണ്ടാവും. പിന്നെയുള്ളത് ക്ലൗഡ് സൈബർ സെക്യൂരിറ്റി അനലിസ്റ്റുകളാണ്. കാര്യം ഇപ്പം നമ്മൾ ഡിജിറ്റലായിട്ടും ഓൺലൈനിലും ഒക്കെയാണ് പല കാര്യങ്ങളും നടക്കുന്നത്. അപ്പം ഈ സൈബർ അറ്റാക്സ് ഒരു ത്രെട്ടായിട്ട് വരുന്നുണ്ട്. അത് വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടും വരുന്നുണ്ട്. അപ്പോൾ അതിനെ നേരിടാൻ ഈ സൈബർ സെക്യൂരിറ്റി അനലിസ്റ്റുകൾക്ക് വളരെ അവരെ ആവശ്യമുള്ള ഒരു കാലത്തേക്കാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി അങ്ങനെയാണ്. പിന്നെ ഈ എൻവയൺമെൻറ്റിനെ പറ്റി ഒത്തിരി കൺസേൺ ആണ്. ഇപ്പം ഗവൺമെൻറ് ഓർഗനൈസേഷൻസിനൊക്കെ അതിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. അതൊരു മാൻഡേറ്റ് ആണ്. അപ്പം ഗ്രീൻ സ്പെഷ്യലിസ്റ്റുകൾ വളരെ പോപ്പുലറായിട്ടുള്ള ഒരു ജോബ് കാറ്റഗറി ആയിട്ട് മാറുന്നുണ്ട്. സോ ഇതൊക്കെ പറയുമ്പോഴും ഇപ്പോൾ ഈ പോപ്പുലേഷൻ ഏജ് ആവുന്നതുകൊണ്ട്, അതായത് ഈ ഹൈ ലൈഫ് എക്സ്പെക്റ്റൻസിയും അതുപോലെ ബർത്ത് റേറ്റിൻ്റെ കുറവൊക്കെ കൊണ്ട് എസ്പെഷ്യലി ഡെവലപ്ഡ് കൺട്രീസിൽ ഏജ് പോപ്പുലേഷൻ കൂടുതലാണ്. അപ്പോൾ അത് ആക്ച്വലി ഈ ഹെൽത്ത് കെയറിലെ എസ്പെഷ്യലി നേഴ്സസ്, ഹോം കെയർ എയ്ഡ്സ് അതുപോലുള്ള ജോലികളിലുള്ള ജോലി ചെയ്യുന്ന ആൾക്കാരെ ഒക്കെ വളരെ ഡിമാൻഡ് ഉണ്ടാവും ഫ്യൂച്ചറിൽ. അവരൊന്നും ടെക് ജോബുകളല്ലല്ലോ. അതുപോലെ തന്നെയാണ് വേറൊരു രസകരമായ സംഭവം എന്ന് പറയുന്നത്, ഇപ്പോൾ ഹൈ സ്കിൽ ജോബ്, പ്രൊഫൈൽ ജോബ്സിൻ്റെ അല്ലെങ്കിൽ അതിനുവേണ്ടി ക്വാളിഫൈ ചെയ്ത് അതിനുവേണ്ടി അപ്പോൾ എല്ലാവരും പോകുന്നത് കൊണ്ട് ഈ ലോ പ്രൊഫൈൽ അല്ലെങ്കിൽ ലോ സ്കിൽ ജോബുകളിൽ ആൾക്കാരില്ലാത്തൊരു അല്ലെങ്കിൽ കുറവായിട്ടുള്ളൊരവസ്ഥ വരും. അപ്പോൾ എന്ത് വരും, ആ ജോലികളിലെ ആൾക്കാർക്ക് ഭയങ്കര ഡിമാൻഡാവും. അപ്പോൾ അങ്ങനെ ഡിമാൻഡ് ആകുമ്പോൾ അവരുടെ ശമ്പളം അവർ കൂടുതൽ ചോദിക്കുമെന്നുള്ളൊരവസ്ഥയും വരും എന്നുള്ളതാണ് സത്യം. ചുരുക്കി പറഞ്ഞാൽ ഈ ഫ്യൂച്ചർ ഓഫ് വർക്ക് അടുത്ത വർഷങ്ങളിൽ കമ്മിങ് ഇയേഴ്സിൽ എങ്ങനെയായിരിക്കും? അതാണ് നമ്മൾ പറഞ്ഞതുപോലെ ഈ ഫ്യൂച്ചറിൽ ഈ ജോലിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അതായത് ഒരു ഡൈനാമിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് ഈ ജോബ് മാർക്കറ്റിൽ ഉണ്ടാകാൻ പോകുന്നത്. അതായത് ചില ജോബുകളൊക്കെ പുതുതായിട്ട് വരും. പ്രോംപ്റ്റ് എഞ്ചിനീയറിങ്, നേരത്തെ ഞാൻ പറയാൻ പോയ ഒരു പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞൊരു പുതിയ ജോലിയാണ്. അതായത് ഈ ലാംഗ്വേജ് മോഡൽസ് എന്ന് പറയുന്ന, ഇപ്പം ChatGPT പോലുള്ള ലാംഗ്വേജ് മോഡൽസിന് അതിന് ഈ എന്ത് ഔട്ട്പുട്ടാണ്, ഇപ്പം എന്ത് ചോദിക്കുമ്പോൾ എന്ത് ഔട്ട്പുട്ട് കൊടുക്കണമെന്ന് ഈ ChatGPT പോലുള്ള ടൂൾസിന് മനസ്സിലാക്കി കൊടുക്കുക. അതിനുവേണ്ടി അതിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, അതിനെ പഠിപ്പിക്കുന്ന ആൾക്കാരാണ് ഈ പ്രോംപ്റ്റ് എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്നത്. അപ്പം അത് പുതിയ ജോലിയാണ്. അപ്പം അങ്ങനെയുള്ള പുതിയ ജോലികളുണ്ടാവും, പുതിയ ജോബുകളുണ്ടാവും. പഴയ പല ജോലികളും ഇല്ലാതാവും, അല്ലെങ്കിൽ അത് മെഷീൻ ഏറ്റെടുക്കും, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഏറ്റെടുത്ത് ചെയ്യപ്പെടും. പിന്നെ അതുപോലെ ചില ജോലികൾ കൂടുതൽ പ്രോമിനൻ്റ് ആവും. ചില ജോലികൾ അതേപോലെ അതിൻ്റെ പോപ്പുലാരിറ്റി നഷ്ടപ്പെടും, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഗ്ലാമർ നഷ്ടപ്പെടും, അല്ലെങ്കിൽ അതിൻ്റെ കിട്ടുന്ന ശമ്പളം കുറയും. അങ്ങനെ സംഭവിക്കും. ചില ജോലികളൊക്കെ നമ്മൾ വിചാരിക്കും ഒരിക്കലും അഫക്റ്റഡ് ആകത്തില്ല. ഫോർ എക്സാമ്പിൾ ഡോക്ടേഴ്സിൻ്റെ, നേഴ്സസിൻ്റെ ഒക്കെ ജോലികൾ നമ്മൾ വിചാരിക്കുന്ന പോലെ അഫക്റ്റ് ആകുന്നില്ലെന്ന് വിചാരിക്കുന്നെങ്കിലും ഫ്യൂച്ചറിൽ അതാകും. ബിക്കോസ് സർജറി വരെ ഇപ്പോൾ ഓട്ടോമേറ്റ് ചെയ്യുന്ന ഒരു ഇതാണ്. അപ്പോൾ ഹെൽത്ത് കോർപ്പറേഷൻസിൽ ഓട്ടോമേഷൻ വരുമ്പോൾ അത് അവരെയും അഫക്റ്റ് ചെയ്യുമെന്നുള്ളതാണ് സത്യം. അതുപോലെ തന്നെയാണ് ടീച്ചേഴ്സ്, അക്കൗണ്ടൻസ്, പിന്നെ ഗവൺമെൻറ് സർവൻസ്, ടെക്നീഷ്യൻസ്, ഇവർക്കൊക്കെ ഇത് ബാധകമാവും. അവർക്കൊക്കെ അവരുടെ ജോലി ഇത് പല രീതിയിൽ ഇത് ഓട്ടോമേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം ഇതൊക്കെ പറഞ്ഞപ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എല്ലാ ജോലികളും റിമോട്ടായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. IT, മാർക്കറ്റിംഗ്, സെയിൽസ്, ഫിനാൻസ്, റൈറ്റിംഗ്, കൺസൾട്ടിങ്, HR ഇതുപോലുള്ള ജോലികളൊക്കെ ഒത്തിരി ഓട്ടോമേറ്റ് ചെയ്യാം. അത് പിന്നെ മനുഷ്യനില്ലാതെ തന്നെ ചെയ്യാൻ പറ്റും. പക്ഷേ ചില ജോലികളൊക്കെ ഫിസിക്കലായിട്ട് തന്നെ, അത് ഇൻ പേഴ്സണേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് റിമോട്ടായിട്ട് ചെയ്യാൻ ഇന്നത്തെ ടെക്നോളജി അനുസരിച്ചിട്ടോ നമ്മൾക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചുരുക്കത്തിൽ ഈ ഇതിൻ്റെ നട്സൽ എന്താണെന്ന് ചോദിച്ചാൽ, ഫ്യൂച്ചറിൽ കൂടുതലും റിമോട്ടായിട്ട് അല്ലെ വർക്ക് ഫ്രം എനിവെയർ എന്ന് പറയുന്നൊരു മോഡലിലേക്ക് കൂടുതൽ അത് ചെയ്യാൻ പറ്റുന്ന ജോലികളൊക്കെ മാറും.
അതുപോലെ ഈ ഫുൾ ടൈം പെർമനൻറ്റ് ജോബ്സ് എന്നുള്ള കൺസെപ്റ്റ് മാറിയിട്ട് കൂടുതലും ഫ്രീലാൻസിങ്ങും കോൺട്രാക്ട് ജോബിങ്ങും ഓൺ ഡിമാൻഡ് ജോബ്സും ഒക്കെ ആയിട്ട് മാറും. പിന്നെ ഒരു കാര്യം അതായത് പുതിയ ജനറേഷൻ മനസ്സിലാക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഈ ജോബ് മാർക്കറ്റ് ഡൈനാമിക് ആണെന്നുള്ളത് അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ആവശ്യമുള്ള ഒരു സ്കിൽ സെറ്റ് ആയിരിക്കത്തില്ല അടുത്ത കുറേ മാസങ്ങൾക്ക് ശേഷം. ഇപ്പോൾ വർഷങ്ങളൊന്നും കാത്തിരിക്കേണ്ട ആവശ്യം, കുറേ മാസങ്ങളാകുമ്പോഴത്തേക്ക് ഇന്നത്തെ സ്കിൽ സെറ്റ് ഔട്ട്ഡേറ്റഡ് ആവും, അല്ലെങ്കിൽ അത് അപ്ഡേറ്റഡ് ആയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ അതിന് നമ്മുടെ അപ്സ്കിൽ ചെയ്തിട്ടില്ല എങ്കിൽ, അപ്ഗ്രേഡ് ചെയ്തിട്ടില്ല എങ്കിൽ പിടിച്ചിരിക്കാൻ പറ്റാത്തൊരവസ്ഥയാവും. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇത് ഈ പുതിയ ജനറേഷന് അല്ലെങ്കിൽ പുതിയ ജോബ് മാർക്കറ്റുള്ള ആൾക്കാർ അത് അപ്ഡേറ്റ് ചെയ്യണം, അപ്സ്കിൽ ചെയ്യണം, അത് ഫ്ലെക്സിബിൾ ആയിരിക്കണം. അതാണ് വേണ്ടത്. ഇപ്പം ചെയ്യുന്ന ജോലി പോലെ ആയിരിക്കത്തില്ല വേറൊരു കുറച്ച് മാസങ്ങൾക്ക് ശേഷം നടക്കുന്നത്. അപ്പോൾ അത് ഫ്ലെക്സിബിളായിട്ട് ആ പുതിയ എൻവയൺമെൻറ്റുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ ഒക്കെ പറ്റിയിരിക്കണം. അതാണ് ആ സ്കിൽ സെറ്റാണ്. അതുപോലെ തന്നെ ഈ കോഗ്നിറ്റീവ് കേപ്പബിലിറ്റി നമ്മൾ പറഞ്ഞു, സോഷ്യൽ എത്തിക്കൽ സ്കിൽസ് പറഞ്ഞു. പിന്നെ അതുപോലെ ടെക് അല്ലാത്ത ജോലികളിലും ടെക്നോളജിയുടെ അത്യാവശ്യം അറിവും ഉപയോഗവും അറിഞ്ഞിരിക്കണം. ഇതാണ് ഞങ്ങൾക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. ഞങ്ങൾ വേറൊരു വീഡിയോ ചിലപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ വേറൊരു വിഷയം വേറൊരു രീതിയിൽ അവതരിപ്പിക്കാൻ ചിലപ്പോൾ നോക്കാം. താങ്ക് യു.